ഹായ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. എന്താണ് എല്ലാരും ഓരോ പഠിത്തത്തിലൊക്കെയാണ് അല്ലേ? ഓരോ സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ പോണു പഠിത്തമൊക്കെ? എന്താണ് ലൈക്ക് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്തിട്ട് മുമ്പോട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് നോക്കുന്ന ഓഡിറ്റിംഗ് ചാപ്റ്റർ ആണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പ്ലാന് നിങ്ങൾക്ക് ഈ പ്ലാൻ വെച്ച് പോകാം, അല്ലെങ്കിൽ വേറെ പ്ലാൻ വെച്ച് ഈ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് 20 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 20 ദിവസം കൊണ്ടൊക്കെ നിയറസ്റ്റ് എല്ലാ ചാപ്റ്ററും തീർക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഓഡിയോയും വീഡിയോയും നമുക്ക് ചെറിയ ലാഭ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മള് നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് നമുക്കൊരു എന്താണ് ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം, ഒരു ചാപ്റ്റർ തീർക്കാം. അതുപോലെ തന്നെ കോസ്റ്റിങ്ങിന്റെ ഒരു റിവിഷൻ സെറ്റ് ചെയ്യാം. കോസ്റ്റിങ്ങിന് നമുക്കൊരു ക്വസ്റ്റ്യൻ ബാറ്ററീസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും മാർക്ക് നോക്കേണ്ട നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്ര എന്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ട നമുക്ക് ഓഡിറ്റിംഗ് നോക്കാം അല്ലെ? ഓഡിറ്റിംഗ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 2 ആണ് കേട്ടോ. ചാപ്റ്റർ 2 ആണ് ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാമിംഗ്. അല്ല, പ്രോഗ്രാം അല്ലേ? ഓഡിയൻസ് കേൾക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കണം. ചെറിയ നോയിസ് ഉണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഓക്കെ അല്ലേ? സ്ക്രീൻ വിസിബിൾ ആണ് വിചാരിക്കുന്നു. ഓക്കെ, ചാപ്റ്റർ 2 ആണ് ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം. നമുക്ക് ഇതിൽ കൂടുതൽ പഠിക്കാനുള്ള എന്താണ്? ഓഡിറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്കറിയാം ഓഡിറ്റ് പ്ലാൻ എന്ന് പറയുന്നതാണ് വലുത്, അതിന് കഴിഞ്ഞും കുറവാണ് ഓഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേട്ടോ. ഓഡിറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കാനൊക്കെ ഉള്ളത്. റിവിഷൻ സീരീസ് ആണ് നമുക്കല്ലേ. എക്സൈസ് 300 പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. ഓരോ എക്സൈസും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഓഡിറ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഓഡിറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് വേണ്ടി, അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാട്ട് വൈ പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഈസ് നെസസറി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഓരോ ടോപ്പിക് അല്ലേ? വൈ പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഈസ് നെസസറി. എന്തുകൊണ്ടാണ് പ്ലാനിങ് ഓഡിറ്റിങ്ങിന് ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യ ഘടകമാവുന്നത്, എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്നാണ് ചോദ്യം അല്ലെ? അതിന്റെ അകത്ത് നമുക്ക് നോക്കുമ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡർ ആണ്, നോക്കട്ടെ. ഓടെ അപ്പൊ ഇതിൽ നമുക്ക് പറയുമെങ്കിൽ ഡിവോട്ട് അപ്രോപ്രിയേറ്റ് അറ്റൻഷൻ ടു ഇമ്പോർട്ടന്റ് ആയി നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസ് നമുക്ക് ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ടന്റ് ആയ ഏരിയ നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അറ്റൻഷൻ കൂടുതൽ കൊടുക്കാൻ പറ്റും, നമുക്കൊരു ഓഡിറ്റ് പ്ലാനിങ് ഉണ്ടെങ്കിൽ അല്ലെ? അതേപോലെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താ, ഐഡന്റിഫൈ റീസൺ ഓഫ് പൊട്ടൻഷ്യൽ പ്രോബ്ലം. നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം പ്രധാന പ്രശ്നം, അതുപോലെ തന്നെ അത് റീസോൾവ് ചെയ്യാനും സഹായിക്കും നമുക്ക് ടൈംലി ബേസിസ് ആയിട്ട് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമുക്കത് ഓർഗനൈസ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും ഓഡിറ്റ് എൻഗേജ്മെന്റിന്. ഓക്കെ, നമുക്ക് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് മാനേജ് ചെയ്യാൻ വേണ്ടി സഹായമാകും. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാനിങ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റുകളാണ് പറയുന്നത് കേട്ടോ. അല്ലെ അഡ്വാൻസ് ഓഫ് പ്ലാനിങ് ആയിട്ട് നമുക്ക് നോക്കാം. അല്ലെ എന്തുകൊണ്ടാണ് ഓഡിറ്റ് പ്ലാനിങ് പ്ലാനിങ് ചെയ്യുന്ന ഓഡിറ്റിന് ആവശ്യമായിട്ട്? ഒന്നാമത്തെ വെച്ചാൽ നമുക്ക് അപ്രോപ്രിയേറ്റ് അത്യാവശ്യം കിട്ടാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓഡിറ്റ് പ്ലാനിങ് ചെയ്തു. രണ്ടാമത്തെ ഹെൽപ്പിന്റെ ഓഡിറ്റർ. എന്തിനാ ഓഡിറ്ററിന്റെ ഹെൽപ്പിന്? എന്തിനാണ്? ഐഡന്റിഫൈ ആൻഡ് റിസോൾവ് ദ പൊട്ടൻഷ്യൽ പ്രോബ്ലം. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം എന്താണോ അത് ടൈംലി ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനും അത് റിസോൾവ് ചെയ്യാനും, സൊല്യൂഷൻ കണ്ടുപിടിച്ചത് സോൾവ് ചെയ്യാനും സാധിക്കുന്നു.
മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ദ ഓഡിറ്റർ. ഓഡിറ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാ? ഓർഗനൈസ് ആൻഡ് മാനേജ് ദ ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഓഡിറ്റ് എൻഗേജ്മെന്റ് ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടും? നമുക്ക് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് മാനറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നാലാമത്തെ എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് എൻഗേജ്മെന്റ് ടീം മെമ്പേഴ്സ്. നമുക്ക് എങ്ങനെയാ നമ്മുടെ കൂടെ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി കൂടുമ്പോൾ അവരെയാണല്ലോ എൻഗേജ്മെന്റ് ടീം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയുള്ളവരും വേണം? നമ്മുടെ ആ ഒരു വർക്കിനനുസരിച്ച് കാലിറ്റുള്ളവരെ വെച്ചാൽ നമ്മൾ എടുക്കണം. ഓക്കെ. അപ്പൊ ആ ഒരു പ്ലാനിലേക്ക് നമുക്ക് ആ വർക്കിന്റെ കാര്യം അനുസരിച്ച് നമുക്ക് എത്ര സീനിയോറിറ്റി ഉള്ളവർ വേണം, എത്ര ആർട്ടിക്കിൾ വേണം, അങ്ങനെയൊക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീമിനെ സെലക്ട് ചെയ്യാൻ സഹായിക്കും ഓഡിറ്റ് പ്ലാനിങ്. നമ്മുടെ കപ്പാസിറ്റി, നമുക്ക് ഏത് ലെവൽ കപ്പാസിറ്റി ഉള്ളവരെ വേണം, കോമൺ സെൻസ് ഉള്ളവരെ വേണം, നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡയറക്ഷൻ ആൻഡ് സൂപ്പർവൈസേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കാര്യം ഡയറക്ഷൻ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും നമ്മുടെ എൻഗേജ് ടീമിന് ആ വർക്ക് റിവ്യൂ ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ ആറാമത്തെ എന്ന് പറയുന്നത് അസസിങ് ദ കോർഡിനേഷൻ വർക്ക്. നമുക്ക് അതിന്റെ കൂടുതലുള്ള വർക്കുകൾ നമുക്ക് ചെയ്തിട്ടുണ്ടോ, ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. വോയിസും സ്ക്രീനും വിസിബിൾ ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഇത് കീ വേർഡ്സ് ആണ്. ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ് എന്തായാലും നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട പോയിന്റ്സ് ആണ് കേട്ടോ. അടുത്ത നേച്ചർ ഓഫ് ഓഡിറ്റ് പ്ലാനിങ്. Nature of audit planning, a continuous alignment program. Planning is not a discrete phase. Planning എന്ന് പറയുന്നത് എന്തല്ല? ഒരു discrete phase അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് MCQ ആയിട്ടൊക്കെ ചോദിക്കാം. But rather a continuous alignatory process that often being shortly after the completion of previous audit and continues until the completion current audit. Planning എന്ന് പറയുന്നത് discrete phase അല്ല, അത് continuous phase ആണ്, ഒരു iterative process ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഏരിയയിലെ ക്വസ്റ്റ്യൻ പ്ലാനിങ് ഇൻക്ലൂഡ് ആവുന്ന കാര്യങ്ങൾ അല്ലേ? പ്ലാനിങ് ഇൻക്ലൂഡ്സ് ദ നീഡ് ഓഫ് കൺസിഡർ ഫയർ ദ ഓഡിറ്റ് ഐഡന്റിഫിക്കേഷൻ അസസ്മെന്റ് ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് സച്ച് ദ മാറ്റേഴ്സ് ആണ്. എന്തൊക്കെ മാറ്റേഴ്സ് ആണ് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കണേ, അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ആകാൻ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കണേ. ആദ്യത്തെ എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താണ്? അനലിറ്റിക് പ്രൊസീജിയർ. എന്താ? ടു അപ്ലൈ ഇൻ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ, അല്ലെങ്കിൽ RAP എന്ന് നമ്മൾ പറയും. ഓക്കെ, പരീക്ഷയൊന്ന് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ എന്ന് എനിക്കോളും. നമുക്ക് എന്താണ്? എന്തെങ്കിലും ഒരു കമ്പാരിഷൻ ഒക്കെ ഉപയോഗിച്ച് തെറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കുന്നതിന് അനലിറ്റിക് പ്രൊസീജിയർ എന്ന് പറയുന്നത്. റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? ഇമ്പോർട്ടന്റ് തെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോർട്ടന്റ് ആയ തെറ്റുകളുടെ ഉള്ള പ്രൊസീജിയർ, അതിനുള്ള പ്രൊസീജിയേഴ്സിനാണ് പറയുന്നത്. രണ്ടാമത്തെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം. നമുക്ക് എന്താ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും അല്ലെ? ജനറൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഇതിനെ കുറിച്ചുള്ള ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്കിനെ കുറിച്ച് നമുക്കൊരു പ്ലാനിങ് ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഡിറ്റർമിൻ ദ മെറ്റാലിറ്റി. ഏതാണ് അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? മെറ്റാലിറ്റി വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏതാണ് അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? എക്സ്പേർട്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ല. അതേപോലെ അതിന് അതർ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ ഏതൊക്കെയാണ്? ഒരു റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ അതല്ലാതെ മറ്റേ അതർ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ ഏതൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. അടുത്ത ഇൻവോൾവ്മെന്റ് ഓഫ് കീ എൻഗേജ്മെന്റ് ടീം ഇൻ പ്ലാനിങ് ഓഡിറ്റ്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദി ഇൻവോൾവ്മെന്റ് ഓഫ് എൻഗേജ് പാനർ ആൻഡ് അതർ കീ members of the engagement in planning the audit draws in experience and insight, enhance the effective and efficiency of the planning process. Just ഒന്ന് വായിച്ചിരുന്നാണ്. അടുത്തും നമുക്ക് discuss the element of planning with entity manager. The auditor may decide to discuss the element of planning with the entity manager. The auditor may discuss that element of planning which entity management to factor the content and management of the audit engagement. നമുക്കൊരു MCQ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് കേട്ടോ. മാനേജ്മെന്റ്, അതേപോലെ തന്നെ കണ്ടന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. when discussing എന്താണ് care is required in order to
നോട്ട് ടു കോംപ്രമൈസ് എഫക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമുക്ക് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി പ്ലാന് നമുക്ക് ഡിസ്കസിങ് ചെയ്യുന്നത് കെയറിയാണ് നമുക്ക് ആവശ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് എൻറ്റിറ്റി ഉള്ള മാനേജറുമായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ആ പ്ലാൻ സ്ട്രാറ്റജി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് അത് നമ്മുടെ ഓഡിറ്റിന്റെ ബേസിസ്. ഞാനൊരു ഓഡിറ്റർ ആണെങ്കിൽ എന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ മാനേജ്മെന്റിനോട് ഞാൻ എന്റെ പ്ലാൻസ് പറയണോ വേണ്ടോ എന്ന് പറയാം. നമ്മുടെ ഇഷ്ടമാണ്, അല്ലാതെ അതിന് വ്യത്യാസം ലോയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ മാനേജ്മെന്റ് ഉള്ളവരെ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടോ. നമ്മൾ ഈ പ്ലാൻ പറയുമ്പോൾ നമുക്കൊരു ഓഡിറ്റ് എവിഡൻസ് കിട്ടാതെ വരുമോ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എന്താണ് ജഡ്ജ്മെന്റ് നടത്താൻ പറ്റാതെ വരുമോ എന്നൊക്കെ അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് അതായത് കംപ്ലീറ്റ് ഓഡിറ്റർ വിട്ട് തന്നേക്കാണ് നമ്മൾ കെയർ എടുത്തുകൊണ്ട് തന്നെ വേണം നമ്മളുടെ ആ ഓഡിറ്റിന് ഒരു തരത്തിലും ഒരു ഭംഗം വരുത്താത്ത രീതിയിൽ. ഭംഗം വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഓഡിറ്റ് പ്ലാൻ ഡിസ്കസ് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. ഓഡിറ്റിന് മാത്രം ഒരു ഓപ്ഷനാണ്, ലക്ഷ്യത്തിനെ ബാധിക്കാത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമ്മുടെ ആ ഒരു ഓഡിറ്റിങ്ങിന് ബാധകമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറയാം ഓഡിറ്റിങ്ങിനെ ബാധിക്കും, മാനേജ്മെന്റ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഓഡിറ്റിനെ ബാധിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട. ഓക്കെ. പ്ലാനിങ് പ്രോസസ് ഓഫ് എലമെന്റ് ഓഫ് പ്ലാനിങ്. ഏതൊക്കെയാണ് പ്ലാനിങ് പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ എലമെന്റ് ഓഫ് പ്ലാനിങ്ങിലാണ് എലമെന്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് രണ്ടെണ്ണമാണുള്ളത്, പ്രിമേലി എൻഗേജ് ആക്ടിവിറ്റിയും പ്ലാനിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ രണ്ടെണ്ണമാണ്. പ്രിമേഷൻ തുടങ്ങുമ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ പ്രിമിയർ എൻഗേജ്മെന്റ് ആക്ടിവിറ്റി എന്താന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ. Performing procedures regarding the continuance of the client relationship, evaluating the ethical requirements. അല്ലെ, evaluating the ethical requirements. Performing procedure regarding the continuance of the client relationship. Client relationship ethic requirement including independence, establish understanding the terms of എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് ടേംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഒന്നാമത്തെ ആയിട്ട്. രണ്ടാമെന്ന് പറയുന്നത് എത്തിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് കംപ്ലൈന്റ് ചെയ്യുക. മൂന്നാമത്തെ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്. ക്ലയന്റ് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം. നമുക്കത് പറയുകയാണെങ്കിൽ നമുക്ക് എൻഗേജ്മെന്റ് ടേംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ചെയ്യുവാണ്. ആ ക്ലയന്റും റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എത്തിക്കൽ റിക്വയർമെന്റ് നമ്മൾ ഫുൾഫില്ല് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്ത വെച്ചാൽ ടേംസ് ഓഫ് എൻഗേജ്മെന്റ് മനസ്സിലാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലയന്റ് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്തിക്കൽ റിക്വയർമെന്റ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ. പ്രീമിയർ എൻഗേജ്മെന്റ് ആക്ടിവിറ്റി ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഇവിടെ എന്താണ് പ്രീമിയർ എൻഗേജ്മെന്റ് ആക്ടിവിറ്റി എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയേക്കാൻ എന്നൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള എന്താണ് പെർഫോമിംഗ് ദ പ്രൊസീജിയർ അല്ലെ, പെർഫോമിംഗ് ദ പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് ദ കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഓഡിറ്റ്. എന്തൊക്കെ പെർഫോമിംഗ് പ്രൊസീജിയേഴ്സ് ആണ് വേണ്ടത് നമ്മുടെ ക്ലയന്റ് റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് മുമ്പോട്ട് പോകണം, ആ ഓഡിറ്റ് ആയിക്കോട്ടെ മുമ്പോട്ട് പോകാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളാണ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താ പഠിച്ചാണ് ഇന്റർഗ്രേറ്റ്. ഇന്റർഗ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധത, അവർക്ക് പ്രിൻസിപ്പൽ ഓണേഴ്സിന് സത്യസന്ധരായിട്ടുള്ളവരാണോ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കോമ്പിറ്റൻസ്. കോമ്പിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ, നമ്മുടെ ടീമിന് അതിനുള്ള കഴിവുണ്ടോ, നമ്മുടെ ടീമിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ആ ഒരു ഓഡിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഒന്നാമത് എന്താണ് പ്രധാനമായിട്ട് നോക്കണ്ടേ, പ്രിൻസിപ്പൽ ഓണേഴ്സ് അല്ല കീ മാനേജ്മെന്റിന് സത്യസന്ധരായിട്ടുള്ളവരാണോ. രണ്ട്, നമ്മുടെ ടീമിന് അതിനുള്ള കഴിവും പ്രാപ്തിയും കേപ്പബിലിറ്റി ഒക്കെ ഉള്ളവരാണോ എന്ന് നോക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് മാറ്റേഴ്സ് ദാറ്റ് ഹാവ് അറൈസ്. അവിടെ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് അറൈസ് ആവുന്നത് അല്ലെ, matters that have been arised current and previous audit engagement to concern. ഇതിനു മുമ്പ് നടന്ന ഓഡിറ്റിങ്ങിലും ഇപ്പൊ നടക്കുന്ന ഓഡിറ്റിങ് നമ്മൾ എന്തൊക്കെ നമുക്ക് അതിനൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. മാറ്റേഴ്സ് ദാറ്റ് ഹാവ് അറൈസ്, കഴിഞ്ഞ തവണ ഓക്കെ ആണോ, നമ്മൾ പ്രീവിയസ് ഓഡിറ്റ് എൻഗേജ്മെന്റ് നടത്തിയത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കുക. അടുത്ത ഇവാലുവേറ്റ് ദ കംപ്ലൈൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെന്റ്. എന്തൊക്കെ എത്തിക്കൽ റിക്വയർമെന്റ്സ് ആണ് ഇവാലുവേറ്റ് ചെയ്യുക. അവിടെ നമുക്ക് പറയാമെങ്കിൽ
പ്രധാനമായിട്ട് എന്താണ് ഇവിടെ നോക്കിയാൽ ഐഡന്റിഫൈ ആൻഡ് ഇവാലുവേറ്റ് ദി സർക്കംസ്റ്റാൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ദാറ്റ് ക്രിയേറ്റ് ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ്. എന്താണ് നമ്മുടെ ഇൻഡിപെൻഡൻസ്, നമ്മുടെ സ്വാതന്ത്ര്യക്ക് എന്തെങ്കിലും ഭംഗം വരുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ്, അവിടെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയോ? ഐഡന്റിഫൈ ദ ത്രെഡ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഐഡന്റിഫൈ ദ ത്രെഡ് ഓഫ് ഇൻഡിപെൻഡൻസ്. അവിടെ എന്തെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യക്ക് നഷ്ടമാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ബ്രീച്ചസ്. ബ്രീച്ചസ് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. എന്താ? ഓഫ് ദ ഫാം ഇൻഡിപെൻഡൻസ്, ഓഫ് ദ ഫാംസ് ഇൻഡിപെൻഡന്റ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സിന് എന്തെങ്കിലും എന്താണ്? ഓഫ് ദ ഫാംസ് ഇൻഡിപെൻഡന്റ് പോളിസി ടു വെദർ ദേ ക്രിയേറ്റ് ത്രെഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് എൻഗേജ്മെന്റിന് ത്രെഡ് ഉണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും പോളിസീസോ പ്രൊസീജിയേഴ്സോ ഉണ്ടോ എന്നും അതുപോലെ തന്നെ അതിന്റെ ബ്രീച്ചസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. എന്തിനു വേണ്ടി? എലിമിനേറ്റ് സച്ച് ത്രെഡ്സ്. അങ്ങനെ നമ്മുടെ എന്താണ് സ്വാതന്ത്ര്യത്തെ നഷ്ടമാക്കുന്ന, സ്വാതന്ത്ര്യത്തിന്റെ ബന്ധനമാക്കുന്ന എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്സെറ്റ് ലെവൽ ബൈ അപ്ലൈയിങ് സേഫ് ഗാർഡ്. സേഫ് ഗാർഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഒരു അപ്സെറ്റ് ലെവൽ സേഫ് ഗാർഡ് ഉപയോഗിച്ച് ചെയ്യുക. ഓക്കെ, ബൈ അപ്ലൈയിങ് സേഫ് ഗാർഡ്. If appropriate, withdrawal of the audit where is permitted by the law. നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വിഡ്രോവൽ ഈസ് പെർമിറ്റഡ് ബൈ ദ ലോ റെഗുലേഷൻ. നമ്മുടെ സ്വാതന്ത്ര്യം, ഓഡിറ്റ് സ്വാതന്ത്ര്യത്തിനെ ബാധിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിൽ നിന്ന് വിഡ്രോവൽ ചെയ്യാം കേട്ടോ. അടുത്ത മൂന്നാമത്തെ എസ്റ്റിമേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ടേംസ് ഓഫ് എൻഗേജ്മെന്റ്. ടേംസ് ഓഫ് എൻഗേജ്മെന്റ് മനസ്സിലാക്കുക എന്ന് പറയാം. ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് എൻറ്റിറ്റി ആൻഡ് ഓഡിറ്റ്. എന്ത് ആരുടെയൊക്കെയാണ്? രണ്ട് കൂട്ടരുടെയും, എൻറ്റിറ്റിയുടെയും എന്താണ് ഓഡിറ്ററിന്റെയും. അതേപോലെ ഓഡിറ്റ് ബിഫോർ കമ്മീസ്മെന്റ് ഓഫ് ഓഡിറ്റ് അവോയ്ഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓഡിറ്റ് എൻഗേജ്മെന്റ് ചെയ്യണം മുമ്പ്, ബിഫോർ ദ കമ്മീസ്മെന്റ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവോയ്ഡ് ചെയ്ത് റെസ്പെക്ട് ടു ദ ഓഡിറ്റ്, ഓഡിറ്റിന് എന്ത് ചെയ്യാം? ബഹുമാനിക്കണം. ടു എൻഷുർ ദർ ഇസ് നോ കൺഫ്യൂഷൻ വിത്ത് ദ ക്ലയന്റ് റിഗാർഡിംഗ് തിങ്സ്. ക്ലയന്റിന് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ടേംസ് ഓഫ് ദ എൻഗേജ്മെന്റുമായിട്ട് യാതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ ഉറപ്പുവരുത്തിയ ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഓഡിറ്റുമായിട്ട് മുന്നോട്ട് പോവാൻ പാടുള്ളൂ. ഓക്കെ, ഇതിന്റെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് ഷോർട്ട് പോയിന്റ്സ്. മറ്റൊന്നും കിട്ടില്ലെങ്കിൽ 3 പോയിന്റ്സ് ഇതിൽ എഴുതി വെക്കണം കേട്ടോ. പ്ലാനിങ് ആക്ടിവിറ്റി. പ്ലാനിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ വരുന്ന 2 കാര്യമാണ് എസ്റ്റാബ്ലിഷ് ഓവർ ഓർ ഓഡിറ്റ് സ്ട്രാറ്റജി. ഓഡിറ്റ് സ്ട്രാറ്റജി എസ്റ്റാബ്ലിഷൻ, പിന്നെ ഓഡിറ്റ് പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യുക. ഒന്നാമത്തെ നമുക്ക് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി എന്താണ്? ആ ബോക്സ് ഇട്ട കാര്യം നമ്മൾ നോക്കാം അല്ലെ. ഓവറോൾ സെറ്റ് ദ സ്കോപ്പ് ആൻഡ് ടൈമിംഗ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഓഡിറ്റ്. നമുക്ക് എന്താണ് സ്കോപ്പ്, ടൈമിംഗ്, ഡയറക്ഷൻ ഓഫ് ഓഡിറ്റ് ഒക്കെ നോക്കാം. പറ്റും ഗവൺമെന്റ് ഓഫ് മോർ ഡീറ്റെയിൽ ഓഡിറ്റ് പ്ലാൻ. നമുക്ക് അത് വെച്ച് മോർ ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇവിടെ ക്വസ്റ്റൻ എടുക്കാം അല്ലെ. എന്തുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി അല്ലെ? ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി അസിസ്റ്റ് ദ ഓഡിറ്റർ ടു determine subject to complete of the auditor risk assessment procedure such matters as. Okay, ഒന്നാമത്തെ എന്ന് പറയുന്ന resource of deploy for the specific audit areas such as the use of appropriate experienced team members for high risk area of the involvement of the experts അല്ലെ. അവിടെ ഇത് എങ്ങനെയാണ് റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആ ഒരു സ്പെസിഫിക് ഏരിയാസിന് വേണ്ടി അല്ലെ. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? റിസോഴ്സ് എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഏരിയാസിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എത്രമാത്രം റിസോഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, എമൗണ്ട് ടു അലോക്കേറ്റ്, അത് സ്പെസിഫിക് ഓഡിറ്റ് ഏരിയ ചെയ്യാൻ വേണ്ടി എത്രമാത്രം റിസോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, സ്ക്രീൻ സ്റ്റക്കായതാണ്. ഓക്കെ, ഇപ്പൊ കാണാന്ന് വെച്ചാൽ നിനക്ക് സ്ക്രീൻ റേഞ്ചിന്റെ കുഴപ്പമില്ല ഇവിടെ. ഓക്കെ,
തിയറിയാണ്, കണ്ടിന്യൂസ് ആയിരിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഓർക്കുമല്ലോ ക്ഷീണമൊക്കെ വരും. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. പരീക്ഷ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തവണ റിവിഷൻ ആവും. നമ്മൾ എന്താണ് എമൗണ്ട് ഓഫ് റിസോഴ്സ് പറഞ്ഞു അല്ലെ, എത്രമാത്രം റിസോഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, എത്രമാത്രം അലോക്കേഷൻ അവിടെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയസിലേക്ക്. മൂന്നാമത്തെ എന്ന് പറയുന്നത് when these resources are to be destroyed such as whether at the Indians audit stage of key cut off. അപ്പൊ എപ്പോഴാണ് എന്ത് ചെയ്യണേ ആ ഒരു ഏരിയ ടു ബി റിസോഴ്സ് ഒക്കെ ഡീപ്ലോയിഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൗ സച്ച് റിസോഴ്സ് ആർ മാനേജ് ഡയറക്ടർ സൂപ്പർ, എങ്ങനെയാണ് ആ റിസോഴ്സ് ഒക്കെ മാനേജ് ചെയ്യുന്നത്, ഡയറക്ട് ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കൂ കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ടു ബി ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ ബൈ ഓഡിറ്റ് ബേസ്ഡ് ഓൺ ഓഡിറ്റ് സ്ട്രാറ്റജി. ഓഡിറ്റ് സ്ട്രാറ്റജി ചെയ്യുമ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കൺസിഡറേഷൻ ആണ് നോക്കേണ്ടത് സ്ട്രാറ്റജിക്ക് വേണ്ടി. ഒന്നാമത്തെ ആയിട്ട് എന്താ പറയുന്നത്, ഐഡന്റിഫൈ ദ സ്ട്രാറ്റജീസ് ഓഫ് എൻഗേജ്മെന്റ് ദാറ്റ് ഡിഫൈൻ ഇറ്റ്സ് സ്കോപ്പ്. എന്താണ് എൻഗേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുക, അതിന്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുക, ഡിഫൈൻ ഇറ്റ്സ് സ്കോപ്പ്, അതിന്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുക. നമുക്ക് എന്താണ് 5 പോയിന്റ്സ് ആയിട്ടാണ് പ്രധാനമായിട്ട് എന്താണ് AFRFന്റെ ആപ്ലിക്കബിൾ ടു ദ എൻറ്റിറ്റി ആണോ നോക്കുക, എന്ന് വെച്ചാൽ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആപ്ലിക്കബിൾ ആണോ എൻറ്റിറ്റി എന്ന് നോക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ് നേച്ചർ ഓഫ് ദി ബിസിനസ് സെഗ്മെന്റ്, ആ ബിസിനസ് സെഗ്മെന്റിന്റെ നേച്ചർ എന്താണ് നോക്കുക. ഒരു സ്പെസിഫിക് നോളജ് ആവശ്യമുള്ള ഫീൽഡാണോ, ഓഡിറ്റിംഗ് നീഡ്സ് ഫോർ സ്പെസിഫിക് നോളജ്, ഓഡിറ്റിംഗിന് ഒരു സ്പെസിഫിക് നീഡ് ആവശ്യമാണോ. മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി സ്പെസിഫൈഡ് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള റിപ്പോർട്ട് റിക്വയർമെന്റ് ആവശ്യമാണോ. ഇൻഡസ്ട്രി റെഗുലേറ്ററീസിന്റെ ഇനം. എക്സ്പെക്ടഡ് യൂസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ്, ഓഡിറ്റ് എവിഡൻസിന്റെ എക്സ്പെക്ടഡ് യൂസസ് ആവശ്യമാണ് പ്രീവിയസ് ഓഡിറ്റിൽ നിന്നും. അടുത്ത ascertain of reporting objective of engagement to plan the timing audit and nature of communication requirement. ഇവിടെ നോക്കിയേ, assessment of report objective to the plan, timing of audit and the nature of കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ്. ഇവിടെ നമുക്ക് എന്താണ് പ്രധാനമായിട്ട് നോക്കിയ 4 പോയിന്റ്സ് ആണുള്ളത്. നമുക്കിവിടെ എത്ര പോയിന്റ്സ് ആണ്, 5 പോയിന്റ്സ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു 2 പോയിന്റ്സ് ഒന്നിച്ചിടാവുന്ന കേട്ടോ. ഒന്നാമത്തെ എന്ന് പറയുന്നത് ടൈം ടേബിൾ ഫോർ റിപ്പോർട്ടിംഗ്. എനിക്ക് ടൈം ടേബിൾ ഉണ്ടോ, ടൈം ടേബിൾ ഫോർ റിപ്പോർട്ടിംഗ് എപ്പോഴാണ് ടൈം ടേബിൾ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് എൻഗേജ്മെന്റ് ടു പ്ലാൻ ദ ടൈമിംഗ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റിന്റെ ടൈമിംഗ് ആൻഡ് നേച്ചർ ആയിട്ട് നോക്കാം. അപ്പൊ ടൈം ടേബിൾ ഫോർ ദ റിപ്പോർട്ടിംഗ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താ ഓർഗനൈസ് ചെയ്യുക, ഓർഗനൈസേഷൻ ഓഫ് മീറ്റിംഗ് എന്താ ഓർഗനൈസ് ചെയ്യുക. എന്തിനാ ടു ഡിസ്കസ് ദ നേച്ചർ ആൻഡ് ടൈമിംഗ് എക്സ്റ്റെൻഡ് ടു ദ ഓഡിറ്റ് വർക്ക് വിത്ത് ദ മാനേജ്മെന്റ്. മൂന്നാമത്തെ ഡിസ്കസ് ചെയ്യുക ആരോട്, മാനേജ്മെന്റിനോട്. എന്താ എക്സ്പെക്ടഡ് ടൈം ആൻഡ് ടൈമിംഗ് റിപ്പോർട്ട്, എക്സ്പെക്ടഡ് ടൈപ്പും അതിന്റെ ടൈമിംഗ് ഓഫ് റിപ്പോർട്ട്സും. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിസ്കസ് ദ മാനേജ് എക്സ്പെക്ടഡ് കമ്മ്യൂണിക്കേഷൻ, ഡിസ്കസ് ചെയ്യുക മാനേജ്മെന്റിനോട് എന്താ എക്സ്പെക്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വർക്ക്, ഓഡിറ്റ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാറ്റസ് ഡിസ്കസ് ചെയ്യാം. നാലാമത്തെ എന്ന് വെച്ചാൽ എന്താണ് എക്സ്പെക്ടഡ് നേച്ചർ ആൻഡ് ടൈമിംഗ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുണ്ട്, അത് എൻഗേജ് ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയ ഓർഗാൻസ് ഓഫ് മീറ്റിംഗ് എന്താണ്, നമ്മൾ ടൈം ടേബിൾ ഫോർ റിപ്പോർട്ടിംഗ് അല്ലെ, ടൈം ടേബിൾ ഫോർ റിപ്പോർട്ടിംഗ് എന്നിട്ട് ഡിസ്കസ് ചെയ്യുക എന്താ മാനേജ്മെന്റിനോട് എക്സ്പെക്ടഡ് ടൈപ്പും ടൈമിംഗ് ഓഫ് റിപ്പോർട്ടും, അതേപോലെ തന്നെ എക്സ്പെക്ടഡ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് ഓഡിറ്റ് വർക്കിനെ കുറിച്ചും, അതുപോലെ അതിന്റെ എക്സ്പെക്ടഡ് നേച്ചറും ടൈമിംഗ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ എൻഗേജ്മെന്റ് ടീമും ഒക്കെ ടീം മെമ്പേഴ്സുമായിട്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് കൺസിഡറേഷൻ ഫാക്ടേഴ്സ്. എന്തൊക്കെ കൺസിഡർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എന്താണ് ഓഡിറ്റ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആസ് സിഗ്നിഫിക്കന്റ് ഡയലി എൻഗേജ്മെന്റ് ടീംസ് എഫർട്സ്. ഇവിടെ പറയുകയാണെങ്കിൽ ഓളി ഓഫ് ട്രാൻസാക്ഷൻ ഒരു ഭാഗമാണ്. ഓളി ഓഫ് ട്രാൻസാക്ഷൻ ഡിറ്റർമൈൻ വെദർ ദി എഫക്ട് ഡ്യൂറിംഗ് ദ ഇന്റർണൽ കൺട്രോളിന്റെ എങ്ങനെയുണ്ട്, ഇന്റർണൽ കൺട്രോൾ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ മാനേജ്മെന്റിന്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തിരിമറികളോ തെറ്റുകളൊക്കെ വരുത്തുന്നുണ്ടോ, അത് പരിഹരിക്കാൻ വേണ്ടി ഓണേഴ്സ് എന്തെങ്കിലും നല്ല രീതിയിൽ ഉള്ള ഇന്റർണൽ കൺട്രോൾസ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റും. ഓളി ഓഫ് ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ് സിഗ്നിഫിക്കന്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ്, സിഗ്നിഫിക്കന്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് നടത്തുന്നുണ്ടോ, എന്താ ചേഞ്ചസ് ഇൻഡസ്ട്രി റെഗുലേഷൻ പ്രകാരം
റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് പ്രകാരം സിഗ്നിഫിക്കന്റ് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിൽ എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തിയോ, സച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം. അതല്ലാതെ മറ്റെന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഡെവലപ്മെന്റ്സ് വരുത്തിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സിഗ്നിഫിക്കന്റ് കാര്യങ്ങൾ. ഇവിടെ ഒരു വോളിയം ഓഫ് ട്രാൻസാക്ഷനും 3 സിഗ്നിഫിക്കന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. 1 സിഗ്നിഫിക്കന്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, 2 സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, 3 അതർ സിഗ്നിഫിക്കന്റ് ഡെവലപ്മെന്റ്. നാലാമത്തെ എന്ന് പറയുന്നത് എന്താണ്? കൺസിഡർ ദ റിസൾട്ട് ഓഫ് പ്രീമിയർ എൻഗേജ്മെന്റ് ആക്ടിവിറ്റി. എന്താണ് പ്രീമിയർ എൻഗേജ്മെന്റ് ആക്ടിവിറ്റി കൺസിഡർ ചെയ്യുക കേട്ടോ. എന്താണ്, എന്തൊക്കെ നോളജ് ആണ് ഗെയിൻ ചെയ്തത്? അതർ എൻഗേജ് പെർഫോം ദ എൻഗേജ് പാർട്ടീസ് ബൈ ദ entity reward. ഇവിടെ റിസൾട്ട് ഓഫ് പ്രീവിയസ് ഓഡിറ്റിന്റെ റിസൾട്ട് എന്താണ്? എവാർഡിംഗ് ദ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ് ഓഫ് ആ ഇന്റർണൽ കൺട്രോളിന്റെ ഇത് ഓപ്പറേറ്റിംഗ് നമ്മൾ എഫക്റ്റീവ് ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ എന്താ? മെയിൻറ്റെയിൻ പ്രൊഫഷണൽ സ്കെപ്റ്റിസം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൊഫഷണൽ സ്കെപ്റ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ചിന്ത, അവിടെ തെറ്റുണ്ടോ എന്ന ചിന്ത, ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ് ഉണ്ടാവണം. അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ പ്രീവിയസ് ഓഡിറ്റിൽ നിന്ന് പരിശോധിക്കുന്ന റിസൾട്ടൊക്കെ നോക്കുന്നു ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അടുത്ത അസൈൻമെന്റ് നേച്ചർ ആൻഡ് ടൈമിംഗ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് റിസോഴ്സ് നെസസറി ടു പെർഫോം ദ എൻഗേജ്മെന്റ്. എക്സ്പീരിയൻസ് ടീം മെമ്പേഴ്സ് നമ്മൾ വായിച്ചോട്ടെ. എക്സ്പീരിയൻസ് ടീം മെമ്പേഴ്സ് അത് മോർ ടൈം ടു ദ ഏരിയാസ് ഓഫ് ഹയർ റിസ്ക്. നമുക്ക് ഹയർ റിസ്ക് മിസ്റ്റേക്മെന്റ് ഉള്ള ഏരിയയിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. അവിടെ എന്താണ് മിസ്റ്റേക്മെന്റ് ഉണ്ടോ എന്ന ചിന്ത മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പൊ ആ പറഞ്ഞ പോയിന്റ് ആണ് എന്താ? എസ്റ്റാബ്ലിഷ് ഓവർ ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് സ്റ്റാർട്ട്. ഈ ഒരു 5 പോയിന്റുകൾ മിനിമം എഴുതി വെക്കണം. അതിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് എഴുതി വെക്കണം കേട്ടോ. അടുത്ത ഡെവലപ്മെന്റ് ഓഫ് ഓഡിറ്റ് പ്ലാൻ. ഡെവലപ്മെന്റ് ഓഫ് ഓഡിറ്റ് പ്ലാൻ അതൊക്കെ ക്വസ്റ്റ്യൻ ഭാഗമല്ലേ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓഡിറ്റ് സ്ട്രാറ്റജി ആണ്. ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്? റിലേഷൻഷിപ്പ് എന്താണ്? ഒന്ന് ഓഡിറ്റ് സ്ട്രാറ്റജി അല്ലെ. ഓഡിറ്റ് സ്ട്രാറ്റജി ബ്രോഡ് ഓവറോൾ അപ്രോച്ച് ആണ്. ഓക്കെ, ടു ദ ഓഡിറ്റിന് വേണ്ടി ഓവറോൾ അപ്രോച്ച് ആണ്. ഓഡിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് അഡ്രസ് ദ വേരിയസ് മാറ്റേഴ്സ്. ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജിക്ക് അഡ്രസ് ചെയ്യുന്ന ഓഡിറ്റ് പ്ലാൻ ആണ്. ഓഡിറ്റ് സ്ട്രാറ്റജിയില് എന്താണ്? ഡിഫൈൻ ദ സ്കോപ്പ് ഡിഫൈൻ ചെയ്യും. ടൈമിങ്, ഡയറക്ഷൻ ഓഫ് ദ ഓഡിറ്റ്, എങ്ങനെ ഓഡിറ്റ് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റ് പ്ലാനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, മനസ്സിലായി. ഓഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നതാണ് ബോർഡ് ഓവർ അപ്രോച്ച് ആണ് ഓഡിറ്റിന്. ഓഡിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജിക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ ആണ്. ഓഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്ന സ്കോപ്പ്, ടൈമിങ്, അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷൻസ്. ഓഡിറ്റ് പ്ലാൻ എങ്ങനെയാണ്? എങ്ങനെയാണ് ആ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ്. പ്ലാൻ ഈസ് മോർ ഡീറ്റെയിൽ. പ്ലാൻ ആണ് എന്താ? ഓഡിറ്റ് പ്ലാൻ ആണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓഡിറ്റ് സ്ട്രാറ്റജി കഴിഞ്ഞു. ഓക്കെ, എന്തൊക്കെയായിരിക്കും? നേച്ചർ, ടൈമിങ്, എക്സ്റ്റെന്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ടേക്സ് പ്ലേസ് ഓവർ ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. എന്തൊക്കെ ഓഡിറ്റ് കോഴ്സിൽ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, പ്ലാനിങ് ഒക്കെ. ഓക്കെ, കേൾക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്താണ് ടേക്ക് പ്ലേസ് ഓവർ ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്? ഓഡിറ്റിംഗ് കോഴ്സിൽ എടുക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ഡിസ്ക്രീറ്റ് ഓർ സീക്വന്റ് പ്രോസസ് ആണ് അല്ലെ. നോട്ട് നെസസറി ടു ഡീസെന്റ് ആൻഡ് ഓഡിറ്റ് പ്ലാൻ എന്താണ്? ഇറ്റ്സ് നോട്ട് നെസസറി ടു ഡിസ്കെന്റ് ആൻഡ് കേൾക്കാലോ. Audit plans are not necessary to discriminate and sequence
പ്രോസസ് കോഴ്സിന് ഇന്റർറിലേറ്റഡ് ആണ് അല്ലെ, കോഴ്സിന് ഇന്റർറിലേറ്റഡ് ആണ് audit strategy. Overall audit strategy and detailed audit plans are not necessary. Discrete and sequence processes. These discrete and sequence process ആവണമെന്നില്ല എന്റെ ഓഡിറ്റ് സ്ട്രാറ്റജിയും ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ബട്ട് ആ കോഴ്സിൽ എന്താണ് ഇന്റർറിലേറ്റഡ് ആണ് എന്റെ ഓഡിറ്റ് സ്ട്രാറ്റജിയും ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് ഓഡിറ്റ് പ്ലാൻ, ഓഡിറ്റ് റെസ്പോൺസിബിലിറ്റി അതെന്താണെന്ന് നോക്കാം. ഓഡിറ്റിന്റെ റെസ്പോൺസിബിലിറ്റി അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഡിറ്റ് എന്ത് ചെയ്യാൻ, ഓഡിറ്റ് മേ ഡിസ്കസ് ദ എലമെന്റ് ഓഫ് പ്ലാനിങ് ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്താ ഓഡിറ്റ് പ്ലാനിങ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മാനേജ്മെന്റിനോട് ചെയ്താൽ നമ്മുടെ ഓഡിറ്റിനെ ബാധിക്കും, ജഡ്ജ്മെന്റിനെ ബാധിക്കും, അല്ലെങ്കിൽ എഫക്റ്റീവ് ഓഫ് ഓഡിറ്റിനെ ബാധിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് കോംപ്രമൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ. അടുത്ത എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? ചേഞ്ചസ് ടു പ്ലാനിങ് ഡിസ്കഷൻ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിന്റെ സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്ന പ്ലാനിങ്ങിന്? ഓക്കെ, അതിന് നോക്കുകയാണെങ്കിൽ നമുക്ക് അതും ജസ്റ്റ് വായിച്ചാൽ അൺഎക്സ്പെക്റ്റഡ് events, changes in conditions or audit evidence. Okay, ഈ മൂന്ന് സിറ്റുവേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈവന്റ് വന്നു, അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റ് ചേഞ്ച് പ്ലാൻസ് ചേഞ്ച് വരാം. ചേഞ്ചസ് ഇൻ കണ്ടീഷൻ, കണ്ടീഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു. മൂന്നാമത്തെ വെച്ചാൽ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തു, അതിന് പ്രകാരം കേട്ടോ. the result of audit procedure. അടുത്ത പ്ലാനിങ് സൂപ്പർവൈഷൻ എന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ എങ്ങനെയൊക്കെ കാര്യത്തിലാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈവന്റ് ചേഞ്ചസ് ഇൻ കണ്ടീഷൻ അതോടെ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. Extend the direction and supervision of engagement in members and review of their work depending on many factors. എന്തൊക്കെ ഫാക്ടേഴ്സിലാണ് അത് തന്നെ? ഒന്നാമത്തെ സൈസ് ആൻഡ് കോമ്പസിറ്റി ഓഫ് എന്റിറ്റിയുടെ സൈസും അതിന്റെ കോമ്പസിറ്റി, അതിന്റെ പാട് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ ഏരിയയിലാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അസിസ്റ്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ കപ്പാസിറ്റി ആൻഡ് കോമ്പറ്റൻസ് ഓഫ് ഇൻഡിവിജ്വൽ ടീം മെമ്പേഴ്സ്. ഓരോ ഇൻഡിവിജ്വൽ ടീം മെമ്പേഴ്സിന്റെയും കപ്പാസിറ്റി അതിന്റെ കോമ്പറ്റൻസ് ഒക്കെ കേപ്പബിലിറ്റി ഒക്കെയാണ് ഓഡിറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് മൂന്നും നമുക്ക് എന്താണ്, നമ്മുടെ ക്ലയന്റിന്റെ എന്റിറ്റിയുടെ സൈസ് എങ്ങനെയാണ്, അതിന് ഏത് ഏരിയയിലാണ് ഓഡിറ്റ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെയാണ് റിസ്ക് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അസിസ്റ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെയാണ് ഓഡിറ്റിംഗ് ടീമിന്റെ ഇൻഡിവിജ്വൽ ടീം മെമ്പേഴ്സിന്റെയും കേപ്പബിലിറ്റിയും കോമ്പറ്റൻസും ആണ് ചെക്ക് ചെയ്യുന്നത്. അടുത്ത ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ്റെ നമുക്ക് 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. നമുക്ക് എന്താണ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി എന്താണ്? ഓഡിറ്റ് പ്ലാന്, അതുപോലെ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ്, എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടോ ഓഡിറ്റിന്റെ സമയത്ത് എന്താണ് നോക്കാൻ. അടുത്തെന്താണ് ഓഡിറ്റ് പ്രോഗ്രാം അല്ലെ. ഓഡിറ്റ് പ്രോഗ്രാമിന്റെ അകത്ത് ഈ ബോക്സിലുള്ള ഓഡിറ്റ് പ്രോഗ്രാം വെച്ച് കൺസെപ്റ്റ് ചെയ്യുന്നത് എന്താണ്, വെരിഫിക്കേഷൻ ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. അതേപോലെ എന്താ ടു അപ്ലൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, accounts of given entity purpose, sufficient evidence to enable the owner to express informed option of financial statements. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു കേട്ടോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അടുത്ത നമ്മൾ എന്താ പേജ് 25 പേജ് ഉള്ളൂ, നമുക്ക് 19ാമത്തെ പേജ് എടുത്തിട്ടുണ്ട്. Evaluating one audit program not practicable for all business. ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുക, അത് നോട്ട് പ്രാക്ടിസബിൾ ഫോർ all business, എല്ലാ ബിസിനസ്. വൈ നോക്കാം. ഒന്നാമത്തെ വെച്ചാൽ ബിസിനസ് എന്താണ് വേരി ചെയ്യും, എന്താ ബിസിനസ് വേരി എന്താണ് നേച്ചർ, സൈസ്, കോമ്പോസിഷൻ പ്രകാരം ബിസിനസ് വേരി ചെയ്യും. വർക്ക് is suitable to one of the business may not be suitable to another. ഒരു ബിസിനസ്സിന് അനുയോജ്യമായ വർക്ക് മറ്റൊരു ബിസിനസ്സിന് അനുയോജ്യമാവുന്ന നിർബന്ധമില്ല. എഫക്റ്റീവ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഇൻഡിവിജ്വൽ, നല്ല എഫക്റ്റീവായ ഓപ്പറേഷൻ ഇന്റേണൽ കൺട്രോൾസ് ഉണ്ട്. ഇന്റേണൽ കൺട്രോൾസ് ഉണ്ടെങ്കിൽ സർവീസ് ടു ബി റെൻഡേഡ്, എന്താണ് സർവീസ് ടു ബി റെൻഡേഡ് ബൈ ദ ഓഡിറ്റർ, ഓഡിറ്റർ സർവീസ് റെൻഡേഡ് ചെയ്യും. ആർ ദ അതർ ഫാക്ടേഴ്സ് വേരി ഫ്രം ദ അസസ്മെന്റ് ടു അസസ്മെന്റ്. ഓരോ അസസ്മെന്റ് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും മാറിക്കൊണ്ടേ ഇരിക്കും.
അതുപോലെ നേച്ചർ ഓഫ് ദ വർക്ക് ടു ബി ഡൺ, നമ്മുടെ നേച്ചർ, നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ജോലി എങ്ങനെയൊക്കെയാണ് ചെയ്തു തീർക്കേണ്ടത്, അതെന്താണ് ഓരോ സ്പെസിഫിക് ഡീറ്റെയിൽസ് ഇൻ ദ നേച്ചർ ഓഫ് വർക്ക് ടു ബി ഡൺ. അതുപോലെ നോ ടൈം വിൽ ബി വേസ്റ്റ്, നമുക്ക് ടൈമും കളയാനില്ല. മാറ്റേഴ്സ് നോട്ട് ബി പേയ്മെന്റ് ടു എൻഗേജ്മെന്റ്, ചില എന്താണ് മാറ്റേഴ്സ് നോട്ട് പേയ്മെന്റ് ടു എൻഗേജ്മെന്റ് ആയിരിക്കും കേട്ടോ. അടുത്തതെന്ന് വെച്ചാൽ അസസ്മെന്റ് ടു കീപ്പ് ഓൺ മൈൻഡ്, എന്താക്കണം അസസ്മെന്റ് കീപ്പ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ചേഞ്ച് അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ, ചിലത് ആഡ് ചെയ്യുക, ചിലത് എന്ത് ചെയ്യാം സബ്സ്ട്രാക്ട് ചെയ്യുക. എന്താ അസസ്മെന്റ് കീപ്പ് ഓൺ മൈ ഓപ്പൺ, നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള മൈൻഡ് ചില കാര്യങ്ങൾ നമുക്ക് അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചിലത് ആഡ് ചെയ്യുക, ചിലത് കുറയ്ക്കുക. അടുത്ത പീരിയോഡിക്കൽ റിവ്യൂ ഓഫ് ദ ഓഡിറ്റ് പ്രോഗ്രാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്താണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവ്യൂ ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസസ് വെദർ ദ സെയിം കണ്ടിന്യൂസ്, അസസ് അതായത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ടു അഡ്വക്കേറ്റ് ഫോർ ഒബ്റ്റൈനിങ് ദ നോളജ് ആൻഡ് എവിഡൻസ്, എന്താണ് അഡ്വക്കേറ്റ് ദ നോളജ് ആൻഡ് എവിഡൻസ്. Unless this done, changes in the business policy, changes a business policy ഉണ്ടെങ്കിൽ the crime may not be a declaration of ആ crime എന്താ ഉണ്ടാവില്ല, declaration വേറെ ഉണ്ടാവില്ല. ഓഡിറ്റ് വർക്ക്. അടുത്ത എന്താണ് ഒബ്സൊലന്റ് പ്രോഗ്രാം, ഉപയോഗശൂന്യമായ പ്രോഗ്രാംസ്. എന്താണ് ഓഡിറ്റ് വർക്ക് മേ ബി ക്യാരിഡ് ഔട്ട് ബേസിസ്, ഉപയോഗശൂന്യമായ കാര്യങ്ങളുടെ കൂടെ എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം വർക്ക്സ് എടുക്കാം. ഫോർ ദ നെഗ്ലിജൻസ്, എന്താണ് നമ്മുടെ കാണാതെ വരുന്നതൊക്കെ. ദ ഓൾ ഓഡിറ്റ് മേ ബി ലീഡ് ടു നെഗ്ലിജൻസ് കണ്ടക്ട്, നമുക്ക് ആവശ്യമില്ലാത്ത ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഓഡിറ്റ് പ്രോഗ്രാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നും നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അതൊരു ലീഗൽ കോൺഷ്യൻസിനെ ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടിയൊക്കെയാണ്. നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം ചെയ്യാനായിട്ട് വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ലീഗലി ചിലപ്പോൾ ചില ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. രണ്ടാമത്തെ ക്ലയന്റ് ഓപ്പറേഷൻ ആൻഡ് ഇന്റർണൽ കൺട്രോൾ, ക്ലയന്റ് ഓപ്പറേഷൻ ആൻഡ് ഇന്റർണൽ കൺട്രോൾസ് എങ്ങനെയുണ്ട്. അതുപോലെ ഇൻഅഡ്വക്കസി മേ ബി റിമൂവ്, ഇൻഅഡ്വക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം റിമൂവ് ചെയ്യുക, മേ ബി റിമൂവ്, വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ലാസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം നോട്ട് ഓൺലി ലിസ്റ്റ് ദ ടാസ്ക്, എന്താണ് ആ ടാസ്ക് പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, ബട്ട് റിലവന്റ് ഇൻസ്റ്റാളേഷൻ, അതിന് നമ്മൾ ചെയ്യണം എന്നുള്ള എക്സ്റ്റെൻഡ് ഓഫ് ചെക്കിങ്, സാമ്പിളിംഗ് പ്ലാൻസ്, സാമ്പിളിംഗ് പ്ലാനിനെ നമുക്ക് എത്രമാത്രം കാര്യം ചെക്ക് ചെയ്യണം, അത് എത്ര എണ്ണം ചെക്ക് ചെയ്യണം ചിലപ്പോൾ ഓഡിറ്റ് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ ചിലപ്പോൾ എന്താണ് ഓഡിറ്റിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് പറയുന്നത് എന്താണ് കൺസ്ട്രക്ഷൻ ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം. ഒരു ഓഡിറ്റ് പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അതില് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ ഫോളോയിങ് പോയിന്റ് ഷുഡ് ബി, ഈ ഒരു ഓഡിറ്റ് പ്രോഗ്രാം കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്തരം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? സ്റ്റേ വിത്ത് ദ സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് അസസ്മെന്റ്, അസസ്മെന്റിന്റെ സ്കോപ്പും ലിമിറ്റേഷനും നമ്മൾ നിൽക്കണം. ഓക്കെ, സ്റ്റേ വിത്തിൻ ദ സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ദ അസസ്മെന്റ്. രണ്ട് പ്രിപ്പയർ, അത് റിട്ടേൺ ഓഡിറ്റ് പ്രോഗ്രാം ആയിരിക്കും, അത് എഴുതിയിട്ടുണ്ടാവണം. മൂന്നാമത്തെ ഡിറ്റർമൈൻ ദ എവിഡൻസ്, തന്നേക്കുന്ന എവിഡൻസ് ഒക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ. ഐഡന്റിഫൈ ദ ബെസ്റ്റ് എവിഡൻസ് ഫോർ ദ നെസസറി സർട്ടിഫിക്കേഷൻ. ഓക്കെ, ഓൺലി ദോസ് സ്റ്റെപ്പ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഇന്ന് അപ്ലൈ എന്താണ് നമ്മൾ സ്റ്റെപ്പ് ആൻഡ് പ്രൊസീജിയർ മാത്രം അപ്ലൈ ചെയ്യുക. യൂസ്ഫുൾ ടു വെരിഫൈ ദ പർപ്പസ്, യൂസ്ഫുൾ ആണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് എന്താണ് ഇൻക്ലൂഡ് ദ ഓഡിറ്റ് ഒബ്ജക്റ്റീവ്, നമ്മൾ എന്താണ് ഇൻക്ലൂഡ് ദ ഓഡിറ്റ് ഒബ്ജക്റ്റീവ് ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൾ പോസിബിൾ എറേഴ്സും കൺസിഡർ ചെയ്യണം. പോസിബിൾ ആയിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ വരാൻ സാധ്യത അതൊക്കെ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് കോർഡിനേറ്റ് ചെയ്യണം ടു അവൈഡ് റിലവന്റ് ഐറ്റം ആയിട്ട് കേട്ടോ. അടുത്ത എന്താണ് ഓഡിറ്റ് എവിഡൻസ്. എന്താണ് ഓഡിറ്റ് എവിഡൻസ് എന്താണ് നമ്മൾ ശരിക്കും അടുത്ത വരുന്ന ചാപ്റ്ററിൽ പഠിക്കും. ഇത് ജസ്റ്റ് ഇതാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കും കേട്ടോ. ഓഡിറ്റ് എവിഡൻസ് എന്താ, നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇൻഫോർമേഷൻ യൂസ് ചെയ്തേക്കണേ ഓഡിറ്ററെ കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് യൂസ് ചെയ്തേക്കണേ. അത് ഓഡിറ്റ് ഒപ്പീനിയന്റെ ബേസിസിലാണ്. അത് ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് അക്കൗണ്ടിങ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അതർ ഇൻഫോർമേഷൻസ് ഒക്കെ എക്സാമ്പിളും ആണ് കേട്ടോ. ഇനി ബോർഡ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോർഡ് ടൈപ്സ്
ബ്രോഡ് ടൈപ്സ് എന്താണ് നമുക്ക് ഓരോ നോക്കാം. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി, ഇത് അത്ര കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഡോക്യുമെന്റ് എക്സാമിനേഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സാമിനേഷൻ ഓഫ് മാനേജ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സാമിനേഷൻ ഓഫ് തേർഡ് പാർട്ടീസ്, അർത്ഥമാറ്റിക് കാൽക്കുലേഷൻ ബൈ ദ ഓഡിറ്റർ, ഇതൊക്കെ നമുക്ക് അതിൽ എന്തൊക്കെ വെക്കാം. ഓഡിറ്റ് കാസ്റ്റ് എവിഡൻസ്, ഇതൊക്കെ എവിഡൻസ് ഒക്കെ ഡോക്യുമെന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ, ഫിസിക്കൽ ആയിട്ട് നമ്മൾ കണ്ട എക്സാമിനേഷൻസ്, എന്തെങ്കിലും മാനേജ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എക്സാമിനേഷൻസ്, തേർഡ് പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എക്സാമിനേഷൻ, ഓഡിറ്റ് ചെയ്ത അർത്ഥമാറ്റിക് കാൽക്കുലേഷൻ, ഇന്റർണൽ കൺട്രോൾ ആൻഡ് ഇന്റർണൽ ചെക്ക് നമുക്ക് നോക്കാം, ഇന്റർണൽ റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് അക്കൗണ്ട് ഡേറ്റ നോക്കാം, സബ്സിഡി ആൻഡ് മെമ്മോറാൻഡം റെക്കോർഡ്സ് നോക്കാം, മിനിറ്റ്സ് നോക്കാം, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്ഷൻ ബൈ ദ ക്ലയന്റ് ആൻഡ് ബൈ അതേഴ്സ്, അതിന്റെ ഒക്കെ കാര്യങ്ങളായിട്ട് നോക്കാം കേട്ടോ. അടുത്തതിന്റെ അഡ്വാൻസ്ഡ് ഡിസഡ്വാൻറ്റേജ്, ഇതുകൊണ്ട് നമ്മുടെ ചാപ്റ്റർ തീരും. അഡ്വാൻസ്ഡ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു തരുന്ന തീരും. ഓഡിറ്റ് പ്രോഗ്രാമിന്റെ അഡ്വാൻസ് ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നോക്കാം. 8 പോയിന്റ് ആണുള്ളത്. അത് കഴിഞ്ഞ് ഡിസഡ്വാൻസ്. ഒന്നാമത്തെ എന്താണ് അഡ്വാൻസ് നോക്കാം അല്ലെ. ഒന്നാമത്തെ ടോട്ടൽ ക്ലിയർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, നമുക്ക് എന്താണ് മൊത്തത്തിൽ ഒരു ക്ലിയർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കും ഈ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട്. ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടായത് നമുക്ക് എന്ത് ഒരു ക്ലിയർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ കിട്ടും, നമുക്ക് അതുവഴി അങ്ങ് ചെയ്താൽ മതി. പ്രൊവൈഡ് ടോട്ടൽ പിക്ചർ ഓഫ് വർക്ക്, നമുക്ക് ആ വർക്കിന്റെ എന്ത് ചെയ്യും മൊത്തത്തിലുള്ള ഒരു ഐഡിയ, ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. മൂന്നാമത്തെ ആഴ്ച നമുക്ക് ഏത് അസസ്മെന്റ് സെലക്ട് ചെയ്യണം, എന്ന് നമുക്ക് എളുപ്പമാക്കി തരും, ഈസി ആക്കി തരും. അതേപോലെ തന്നെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്ന നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇല്ലാന്നും, അതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല എന്നും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് പേപ്പറാണ്, നമുക്ക് തോന്നുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം ബൈക്ക് പറയുകയാണ് ഈ ഡോക്യുമെന്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതില്ല, അപ്പൊ നമുക്ക് ആ ഡോക്യുമെന്റ് എന്താ എടുത്ത് നോക്കും നമ്മൾ. ഓക്കെ, അതേപോലെ തന്നെ ഡോക്യുമെന്റ് ഇമ്പോർട്ടൻ്റ് അല്ല, നോക്കേണ്ട ആവശ്യമില്ല എന്നുണ്ട്, പക്ഷെ നമ്മൾ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അന്നേരം നമുക്ക് കാണണേ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാതെ വേണ്ട. ഓക്കെ, അപ്പൊ ഓവർലുക്കിങ്, അമിതമായിട്ടൊരു സാധനം നോക്കും വേണ്ട, നമുക്കൊന്നും വേണ്ട എന്ന് വെച്ച് ഇഗ്നോർ ചെയ്യേണ്ട. അപ്പൊ അവോയ്ഡ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇഗ്നോറിങ് ഓർ ഓവർലുക്കിങ് സർട്ടൻ ബുക്ക് ആൻഡ് റെക്കോർഡ്സ് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, സിഗ്നേച്ചർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ വർക്ക്. ഓരോ വർക്കിന്റെയും എന്താണ് പുട്ടിങ് ദ സിഗ്നേച്ചർ ഓൺ ദ പ്രോഗ്രാം. അസിസ്റ്റന്റ് ഓരോ വർക്ക് ചെയ്യുമ്പോൾ അതിന് സിഗ്നേച്ചർ ചെയ്യും. അപ്പം റെസ്പോൺസിബിൾ വർക്ക് ക്യാരിഡ് ഔട്ട് ബൈ ദം ഇൻഡിവിജ്വലി, റെസ്പോൺസിബിലിറ്റി ക്യാരിഡ് ഇൻഡിവിജ്വലി പോകും. പിന്നെ കൺട്രോൾ ദ പ്രോഗ്രസ്, നമുക്ക് എന്ത് ചെയ്യാം പ്രിൻസിപ്പലിന് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഓഡിറ്റിന് ഉണ്ടാവുന്ന വേരിയസ് ഓഡിറ്റിന് ഉണ്ടാവുന്ന കൺട്രോൾസ് അല്ലെങ്കിൽ പ്രോഗ്രസ്. അതുപോലെ തന്നെ എന്താണ് ഓഡിറ്റിനൊരു ഗൈഡ് ആയിരിക്കും, ഒരു തുണയായിരിക്കും. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ എവിഡൻസ് ആൻഡ് എഗെയിൻസ്റ്റ് ദ ഓഡിറ്റർ. എവിഡൻസ് എന്താണ് എഗെയിൻസ്റ്റ് ആൻഡ് എഗെയിൻസ്റ്റ് ദ ഓഡിറ്റർ. ഇനി എന്തൊക്കെ പോരായ്മകളാണ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു 4 പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ആൻഡ് കാരിഡ് വിത്തൗട്ട് എനി അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഓരോ വർക്ക് എടുക്കുമ്പോൾ അത് മെക്കാനിക്കൽ ആയിരിക്കും, നമ്മൾ ഒന്നും മനസ്സിലായിട്ടൊന്നും ആയിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ സച്ച് പാർട്ടീസ് ഓൾ ഓൺ സ്ക്രീൻ, നമ്മൾ എന്ത് ചെയ്യും ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടൊന്നായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഓക്കെ അതുപോലെ അങ്ങ് ചെയ്യുന്നു, അത്ര മാത്രം ഉണ്ടാവുള്ളൂ. അതുപോലെ റിഗ്രറ്റ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും. റിഗ്രറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കുന്നത്, നമുക്ക് തോന്നിയാൽ നമ്മൾ ചെയ്യില്ല, നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം പ്രകാരം തന്നെ ചെയ്തു പോകുള്ളൂ. ചേഞ്ചസ് ഇൻ ഓപ്പറേഷൻ ചിലപ്പോൾ ചേഞ്ചസ് വരുത്തിയേക്കാം, പക്ഷെ നമ്മൾ എങ്ങനെയാണ് എഴുതിയേക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അത് ഓഡിറ്റ് പ്രോഗ്രാം ക്യാരി ഔട്ട് ആണ്. പക്ഷെ ഓഡിറ്റ് നമ്മൾ പറഞ്ഞോളൂ തന്നെ, ഓഡിറ്റ് എന്താ അങ്ങനെ തന്നെ പോകും. ഓപ്പറേഷൻ ചേഞ്ച് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കില്ല, എന്തായാലും എന്താണോ ഓഡിറ്റ് പ്രോഗ്രാം പറഞ്ഞെങ്കിൽ അതനുസരിച്ച് തന്നെ അങ്ങ് പോകുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻഎഫക്റ്റീവ് അസിസ്റ്റന്റ് ഷട്ടർ ബിറ്റ്വീൻ ദ പ്രോഗ്രാം. ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ഷട്ടർ ബിഹൈൻഡ് ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാം മടിയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, ആ പ്രോഗ്രാമിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്തു, വേറെ അതിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാനൊന്നും പോകില്ല. ഓക്കെ, ഹാർഡ് ആൻഡ് ഫാറ്റ് ഓഡിറ്റ് പ്രോഗ്രാം എന്തായിരിക്കും, ഭയങ്കര ഹാർഡും ഫാസ്റ്റുമായിട്ടുള്ള ഓഡിറ്റ് പ്രോഗ്രാം ആയിരിക്കും. അത് പക്ഷെ എന്ത് ചെയ്യും, മേക്ക് ദ ഇൻഡസ്ട്രി ഓഫ് എഫക്റ്റീവ് ആൻഡ് എന്റർവ്യൂയിങ് അസിസ്റ്റന്റ്. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള അസിസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് പഠിക്കാൻ പറ്റില്ല. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സ്പീഡ് ചെയ്യുമ്പോൾ അപ്പം പഠിക്കണമെന്ന് വിചാരിച്ചാലും നടക്കൂല. അതേ മാത്രമല്ല അതിന്റെ ഒരു എഫിഷ്യൻസി കുറയും, കാരണം കൃത്യമായിട്ട് എല്ലാം ചെയ്യേണ്ടത് ആ ഒരു ഓഡിറ്റ് പ്രോഗ്രാം പറഞ്ഞേക്കുന്ന രീതിയിൽ അത് മാത്രമേ ചെയ്ത് പോകുള്ളൂ കേട്ടോ. ഇത്ര കാര്യങ്ങളാണ് പൊതുവെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. മൊത്തത്തിൽ ഒന്ന് ഓവർവ്യൂ കൂടെ ഒന്ന് കുറച്ച് റിവിഷൻ ചെയ്ത് വിട്ടുള്ളൂ. കുറച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.
അപ്പം വീഡിയോ കാണുന്നവർ ഇനി എന്ത് ചെയ്യുക, അതിന് ആൻസർ താഴെ കമന്റ് ചെയ്യണം. കാരണം ഇത് വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇന്റർ പഠിക്കുന്നവരാണ്. റിപ്പീറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ അറ്റൻഡ് ചെയ്യുന്ന റിപ്പീറ്റേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതൽ. ഫ്രഷേഴ്സ് ഉണ്ടോ അറിയത്തില്ല, എന്തെങ്കിലും നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഡൗട്ട്സ് ഉള്ളവരും ഡൗട്ട് നിർബന്ധമായിട്ട് ചോദിക്കുക. അതിന്റെ ഉത്തരങ്ങൾ താരം എന്ത് ചെയ്യുക, കമന്റ് ഞാൻ കാണുമ്പോൾ എനിക്ക് ടൈം കിട്ടി ഞാനും എന്ത് ചെയ്യാം ആൻസർ ചെയ്യാം കേട്ടോ. ഓരോന്നും പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമ്മുടെ CA ഇന്ററിന്റെ ക്ലാസ്സസ് ആയിരിക്കും മെയിൻലി ഫോക്കസ് ചെയ്ത് വരിക. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് CA ഇന്ററിന്റെ ഫുൾ ചാപ്റ്റേഴ്സ് എല്ലാ സബ്ജക്റ്റും തന്നെ ഇടുന്നതാണ് വിചാരിക്കുന്നത്. അതിൽ SM മാത്രമായിരിക്കും വരാതിരിക്കുള്ളൂ, ബാക്കി എല്ലാ സബ്ജക്റ്റും തന്നെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഗ്രൂപ്പ് 2ന്റെ ബാക്കി എല്ലാം തന്നെ ഇടുന്നതായിരിക്കും. അത് എല്ലാ ടൈമിങ്ങിനും കൃത്യമായിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്റെ ഫ്രീ ടൈമിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതിൻ്റെതായ കുറച്ച് പോരായ്മകളൊക്കെ വരുന്നേക്കാം. പിന്നെ CA ഇന്ററിന്റെ ക്ലാസ്സിന് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ പോരായ്മകളുണ്ട്. പേഴ്സണലി എനിക്കറിയാം. കാരണം ഇന്ററിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ് നമുക്ക് സ്മൂത്ത് ആയിട്ട് എടുത്തു പോകാൻ പറ്റും. കാരണം നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇയേഴ്സ് ആയിട്ട് ഫൗണ്ടേഷൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ കുഴപ്പം 2020 തൊട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട് ഫൗണ്ടേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി. പക്ഷെ ഇന്ററിന്റെ ക്ലാസ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലാത്തതുകൊണ്ടും അതിൻ്റെതായ കുറച്ച് പോരായ്മകൾ വന്നേക്കാം. എന്നിരുന്നാലും ആ പോരായ്മകളൊക്കെ ഒന്ന് പറയുകയാണ്, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഓടിച്ചൊക്കെ ഇനി വേറൊരു നോട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയം അതുകൊണ്ടാണ് ടെസ്റ്റ് വെച്ച് തന്നെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കീവേഡ്സ് മാത്രമായിട്ട് നൽകാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, പഠിക്കുമ്പോൾ കൂടുതലും ടെസ്റ്റ് തന്നെ വെച്ച് തന്നെ പഠിക്കുക. വേറെ ഗൈഡ് അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് ഫാക്കൽറ്റി നോട്ട്സ് അതൊക്കെ റെഫർ ചെയ്യാതെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒരു സബ്ജക്റ്റിനെ 2 സബ്ജക്റ്റിലേക്ക് വെച്ചായിരിക്കും ഇടുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, സെപ്റ്റംബർ തീരുമ്പോൾ ഫുൾ സബ്ജക്റ്റും ഇട്ട് തീർക്കണം എന്ന് വിചാരിച്ചാൽ ഗ്രൂപ്പ് 2 ഫുൾ കംപ്ലീറ്റ് തീർക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അവസരം തരാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ കുറച്ച് ലാഗൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ വോയിസ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അല്ല ഇതിൽ എഡിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈവ് ക്ലാസ് എടുക്കുന്ന രീതിയിൽ തന്നെ ലൈവായിട്ട് സ്റ്റുഡൻസ് വരുന്നില്ല നിർത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നില്ല പിന്നെ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ നിൽക്കണമെന്നില്ല കേട്ടോ. വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് മാത്രം നോക്കുമ്പോൾ ബാക്കി എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം. അതാണ് എനിക്ക് ചില വീഡിയോയ്ക്ക് നോയിസ് അടക്കം കയറി വരണം. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോസ് കണ്ടിന്യൂ ഇടാൻ പറ്റുന്നതില്ല. കാരണം ടൈം കിട്ടില്ല. അതുകൊണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യണ്ടോ സുഹൃത്തുക്കൾ, ഷെയറും ചെയ്യണേ.